കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുൻപ് അല്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാൽ എന്ന നിലയിൽ തന്നെ പരമാവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതാണ് എന്ന മഹാത്മജിയുടെ മഹത്തായ ആശയവും ആദർശവും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്തം ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട്. ബിന്ദു കൃഷ്ണയും തന്നാലായത് ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലായി. അതെന്താണാവോ? അർബുദ ബാധിതരായ ആളുകൾക്ക് വിഗ് നിർമ്മിച്ചു നൽകുന്നതിനായി മുടി ആവശ്യമുണ്ട്. അത് സംബന്ധിച്ച സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. അതുണ്ട്, അതൊക്കെ പലയിടത്തും നടക്കുന്നത് പൊളിമിക്സ് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അതിനും ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആവശ്യമുണ്ടോ? പലയിടത്തും അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് പലരും നടത്തുന്നുണ്ട്. പ്രമുഖരായ വനിതകൾ പലരും ഉദ്ഘാടനം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ മുടി കൊടുക്കുന്നവരെ അഭിനന്ദിച്ചിട്ട് ഉദ്ഘാടനം നടത്തി പിരിഞ്ഞു പോകുന്നതാണ് നാം കാണുന്നത്. അതിൽ വ്യത്യസ്തമായി മലയാളത്തിൻ്റെ പ്രിയ നടി മഞ്ജു വാര്യർ സ്വന്തം മുടി കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എന്ന് അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതാണ്. അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി മുടി ഉൾപ്പെടെയുള്ള എല്ലാ സൗന്ദര്യ സംരക്ഷണവും ആവശ്യമുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്താണ് കാരുണ്യം അർഹിക്കുന്നവരെന്ന കൃത്യമായ ഓർമ്മയോടുകൂടി തന്നെ അവരത് ചെയ്യുന്നു. തെന്നിന്ത്യയിലെ പ്രശസ്ത നടിയായ സാമന്ത അവരുടെ മുടി മുഴുവൻ മുറിച്ച് നൽകിക്കൊണ്ടാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ നന്മയുടെ പാതയിലൂടെ പോകുമ്പോൾ അത്രയൊന്നും ആകാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ നമ്മുടെ മുടി ദാനം ചെയ്യുകയാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കൾ അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നേതാവിന് എവിടെ നിന്നാണാവോ ഈ ഐഡിയ കിട്ടിയത്? ഏതായാലും കസ്തൂർബ ഗാന്ധിയും സരോജിനി നായിഡുവും ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ ഇത് ചെയ്തപ്പോഴാണ്. ആ തൊട്ടടുത്ത് തന്നെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. പിന്നീട് പാർട്ടി പരിപാടികളുടെ തിരക്ക് മൂലം കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മാസം ലോക ക്യാൻസർ ദിനം കൂടി ഉള്ള മാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. എന്നാലും മഞ്ജു വാര്യരുടെ ഫാനാണെങ്കിലും മുടി പോയപ്പോൾ വിഷമം തോന്നിയില്ലേ? ഒരു വിഷമമില്ല. എനിക്ക് വളരെ ചെറുപ്പം തന്നെ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ
സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ മുടി നീട്ടി വളർത്തി. അന്ന് തൊട്ട് അങ്ങനെ സാധാരണഗതി വെട്ടാറില്ല. പക്ഷേ വളർന്നു വന്നപ്പോൾ കോളേജിലേക്ക് പഠിക്കുമ്പോൾ ഒരുപാട് മുടി ഉണ്ടായിരുന്നു. പിന്നെ അത് കാലക്രമേണ കുറച്ചുകൂടി പ്രായം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വന്നു. എങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പോഴത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമുള്ള ഒട്ടും വിഷമമില്ല. അപ്പോൾ അങ്ങനെ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പൊളിറ്റിക്സ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.